ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. അപ്പോൾ വിൻ്ററൊക്കെ തുടങ്ങുന്ന സ്ഥിതിക്ക് ഒരു അടിപൊളി ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പായിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കണത്. അതിന് നമുക്ക് വേണ്ടത് ബീൻസ്, മാഗിയുടെ ഒരു ചിക്കൻ ക്യൂബ്, മല്ലിയില, പിന്നെ സവാള, ക്യാരറ്റ്, 200 ഗ്രാം ചിക്കൻ. ഇതാണ് നമ്മളിപ്പോൾ എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം യൂസ് ചെയ്യാം. അതെല്ലാം കൂടെ യൂസ് ചെയ്ത് ലേശം ഉപ്പും 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അത് വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ ഇട്ട് ഇത്തിരി നേരം വെച്ച് കഴിഞ്ഞ് ആ വെള്ളം മാത്രം, അതായത് വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ഒരു സൂപ്പ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ആവശ്യത്തിന്, അതായത് ഒരു ഈ കാണുന്ന ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത്തിരി കറുകമ്പട്ട, പിന്നെ ഗ്രാമ്പൂ, കുരുമുളക് ഹോളായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അത്, ബേ ലീഫ്, ഇത്രയും ഇട്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, വേവിച്ച വെള്ളം, അത് ചേർത്ത് നല്ല രീതിയിൽ ഒരു തിള വരുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് അവിടെ ഇരുന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്കാവട്ടെ. അപ്പോഴേക്കും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന നമ്മളുടെ വെജിറ്റബിൾസും ചിക്കനും കൂടി നല്ലപോലെ മാഷ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഒന്നിച്ചിട്ട് വേവിച്ചതാണ്. അപ്പം ആ സൂപ്പിൽ കടിക്കാൻ കിട്ടുന്ന പാകത്തിന് നല്ലപോലെ മാഷ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് എഗ്ഗും സ്ക്രാമ്പിൾ ചെയ്ത് ആഡ് ചെയ്യാം. എനിവേസ്, ഇത് നമ്മൾ ആ വെള്ളം സെക്കൻഡ് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ വെജിറ്റബിൾസും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തിളയും കൂടെ വരാൻ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തിള വരും കേട്ടോ, ഒരു പാടുമില്ല. ഇതിനകത്തേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഈ സ്റ്റേജിൽ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, അത്രയും ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.